ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ടാങ്ക് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ടാങ്ക്. വൃത്തിയാക്കണം എന്ന് വിചാരിച്ച് ദിവസങ്ങൾ കുറേ കഴിഞ്ഞു പോയി. അങ്ങനെ ഒരു ദിവസം എന്തായാലും ടാങ്ക് വൃത്തിയാക്കിയിട്ട കാര്യമുള്ളൂ കരുതി ഞങ്ങളെല്ലാവരും കൂടി മുന്നിട്ടിറങ്ങിയിട്ടാ. ഇപ്പം കണ്ടില്ലേ ടാങ്ക് ഈ ഒരു കോലത്തിലായിരുന്നു ഈ സമയത്ത് ഉണ്ടായത്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ ഈ പ്രാവും കാക്കയും ഒക്കെ വന്ന് അപ്പിയിട്ടിട്ട് അതും അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആകെ വൃത്തികേടായിരുന്നു. ഇത് കണ്ടപ്പോൾ അയ്യോ ഈ ടാങ്കിലെ വെള്ളമായിരുന്നല്ലോ ഇത്ര ദിവസം കുടിച്ചത് എന്നുള്ളൊരു ഇതായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായത്. പക്ഷെ അറപ്പായിപ്പോയി സത്യം പറഞ്ഞാൽ കണ്ടിട്ട്. എല്ലാവരുടെയും വല്ലപ്പോഴെങ്കിലും ടാങ്കൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിന് മുകളിലാണ് ഞാൻ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടാ. അതാണ് അത് ഇത്രയും വൃത്തികേടായി. പിന്നെ കുഴൽക്കിണറിലെ വെള്ളമായിരുന്നു. അപ്പം നമ്മളിതിങ്ങനെ അടിക്കുമ്പോഴും നമ്മൾ കുടിക്കാൻ എടുക്കുമ്പോഴൊക്കെ പൊതുവെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു മണ്ണില്ലേ, കുഞ്ഞു പൂഴി മണ്ണിനെ പോലെ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു വെള്ളത്തിൽ. അപ്പോൾ അതൊക്കെ അടിഞ്ഞു കൂടിയിട്ടായിരിക്കും ഇങ്ങനെ ടാങ്ക് ഇത്രയും വൃത്തികെട്ട് ഉണ്ടായത്. അപ്പോൾ എന്താ ഞങ്ങൾ രാവിലെ തന്നെ തുടങ്ങി. ആദ്യം തന്നെ ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒഴിവാക്കണം, ടാങ്ക് ഒഴിവാക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയിൽ കണ്ടില്ല അപ്പുറത്തെ പറമ്പിൽ ഞാൻ ക്യാബേജ് കൃഷി ചെയ്ത് കണ്ട നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സാമഗ്രികളൊക്കെ കൊണ്ട് ഞാൻ മുകളിലേക്ക് പോവുകയാണ്. തുണിയും വെള്ളം കോരി കളയാനുള്ള പാത്രങ്ങൾ അതൊക്കെ കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്തെന്നുള്ളേ. അപ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. ഏട്ടൻ ഒരുവിധമൊക്കെ തട്ടിക്കളഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് സോപ്പ് പൊടി ഇട്ടിട്ട് ടാങ്ക് കഴുകാന്ന് വെച്ചാലും സോപ്പിൻ്റെ ചുവയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും വേറെ നിവൃത്തിയില്ല. കാരണം ഭയങ്കര എന്താ പറയുക, വൃത്തികേടായിരുന്നു ടാങ്കിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ. അറപ്പായിപ്പോയി സത്യം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് ഇട്ടിരുന്നു. നമുക്ക് ലാസ്റ്റ് സോപ്പും വെള്ളമൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞ് വൃത്തിയിൽ കഴുകിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം, അല്ലാണ്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങളങ്ങനെ ചെയ്യുകയാണേ. അപ്പോൾ ഏട്ടൻ അതിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് ഉരച്ച് കഴുകിയിട്ട് ബാക്കിയുള്ള വെള്ളമൊക്കെ നമ്മൾ അടികൊണ്ടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കളയണം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കോരാനും നിൽക്കുന്നുണ്ട്, കോരി കളയാനും നിൽക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കണ്ടൻറ്റും ആയല്ലോ. കണ്ടില്ലേ മഞ്ഞ കളറൊക്കെ ടാങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നേ. അതൊക്കെ ഏട്ടൻ ഉരച്ച് കഴുകി പോക്കുന്നുണ്ട്. അടിയിൽ മണ്ണ് പോലെ കണ്ട നല്ല നമ്മുടെ പൂഴി മണൽ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഴൽക്കിണറിലെ വെള്ളം സൂര്യപ്രകാശം തട്ടാത്തത് കൊണ്ടായിരിക്കാം. ഞങ്ങളിത് കുടിക്കാൻ എടുക്കാറില്ല കേട്ടോ, മറ്റുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാറുള്ളൂ. കുടിക്കാൻ വേണ്ടി വല്യമ്മയുടെ വീട്ടിനടുത്ത് അത് നല്ല വെള്ളമാണ്, അത് നമ്മൾ കൊണ്ടുവരും കുടിക്കാനും പാചകം ചെയ്യാനൊക്കെ. ഇത് മറ്റുള്ള ആവശ്യങ്ങൾക്കാണ് എടുക്കുന്നത്. എന്നാലും നമുക്കൊരു തൃപ്തിക്കുറവുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ കോരിയതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് തുടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ക്ലീനാക്കി മാറ്റുന്നുണ്ട്. തുണിയൊക്കെ കൊണ്ട് നല്ലോണം ഒപ്പിയെടുക്കുന്നുണ്ട് മണ്ണൊക്കെ. അല്ലാണ്ട് ഇനി നമുക്കിത് കളയാൻ പറ്റില്ല, ടാങ്ക് ചരിച്ച് കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഏട്ടനും കുട്ടികളും ഉണ്ടായിരുന്നു. മോൻ ഇറങ്ങിയില്ല, പുറത്തുനിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നല്ലോണം വൃത്തിയാക്കി നോക്കുന്നുണ്ട്. ടാങ്കിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് എന്താ പെരിച്ചാഴി ഇലയൊക്കെ കുടുങ്ങിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ആൾ എക്സ്പ്രഷൻ ഇട്ടതാണ് ഇപ്പോൾ വയ്യാണ്ടായി എന്ന് കാണിക്കുന്നത്. പിന്നെ ടാങ്കിൽ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ വലിയ കയറൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പിടിച്ചിറങ്ങാനെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്നോട് പറയുന്നുണ്ട്, ഒരാൾ ചാവാൻ കിടക്കുമ്പോൾ അവിടെ കിടന്ന് വീഡിയോ എടുക്കാനോട് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. തമാശക്കാണേ. അപ്പം ഒരുവിധം ക്ലീൻ ആക്കി. ഇനി നമുക്ക് അടിച്ചിട്ട് കുറച്ച് നല്ല വെള്ളം അടിച്ചിട്ട് അതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം പിന്നെ ഒന്നും കൂടി നല്ല വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്, മോട്ടർ ഇടാൻ വേണ്ടി. അപ്പം അങ്ങനത്തെ പണികൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തുള്ള എല്ലാ വേസ്റ്റും ഒക്കെ ഞങ്ങൾ കളയുന്നുണ്ട്. എല്ലാം തുടച്ച് വൃത്തിയാക്കി കളയുന്നുണ്ട് കേട്ടോ, അഴുക്കൊക്കെ പോവണ്ടേ. അതിനുശേഷം നമ്മൾ മോട്ടർ ഇടണം. വെള്ളം വന്നു. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ആയിരുന്നിട്ട് നമ്മുടെ ടാങ്ക് ഉണ്ടായത്. അപ്പോൾ എല്ലാവരോടും പറയാണ്, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ 2-3 മാസം കൂടുമ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ അനുസരിച്ച് വൃത്തിയാക്കുക, അല്ലെങ്കിൽ നമുക്ക് വല്ല അസുഖങ്ങളും വരും. അപ്പോൾ പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, കാണാത്തവർ പോയി കണ്ട് സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ല.